ഹായ് ഫ്രണ്ട്സ്, ഹൊറർ സ്റ്റോറികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും MS ഹൊറർ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് കഥ പറയുന്നതിന് മുമ്പായി എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. നമ്മുടെ ഫസ്റ്റ് ചാനലായ മാളൂസ് ഹൊറർ പോഡ്കാസ്റ്റ് എന്ന ചാനൽ കഴിഞ്ഞിടയ്ക്ക് ഡിമോണിറ്റൈസ്ഡായി പോയിരുന്നു. 3 മാസങ്ങൾക്ക് ശേഷമാണ് ആ ചാനൽ മോണിറ്റൈസ്ഡായി തിരികെ കിട്ടിയത്. അതിന് പിന്നിൽ എനിക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടതായി വന്നു. എന്നാൽ എന്നെ ഏറെ വേദനിപ്പിച്ചത് മറ്റൊരു കാര്യമാണ്. ആ ചാനലിൽ നിന്ന് 250ഓളം വരുന്ന കഥകളാണ് നമുക്ക് മാറ്റേണ്ടതായി വന്നത്. അതിൽ വെറും 4 കഥകളാണ് റീഅപ്ലോഡ് ചെയ്യാനായി എനിക്ക് സാധിച്ചത്. ഇനിയും ഒരുപാട് കഥകൾ പറയാനുണ്ട്. പുതിയ കഥകളോടൊപ്പം തന്നെ പഴയ കഥകളും നമുക്ക് പറയാം. നിങ്ങൾ കേൾക്കുമെന്ന പ്രതീക്ഷയോടെ ഞാൻ ഇന്നത്തെ പുതിയ കഥ പറയട്ടെ. ഇത് ഒരു സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസ് ആണ്. ലോറി ഡ്രൈവറായ ഹരിദാസിനുണ്ടായ ഈ അനുഭവം അദ്ദേഹത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലൂടെ ഞാൻ നിങ്ങളോട് പറയാം. വർഷം 2024. ആ വർഷത്തെ ജൂലൈ മാസത്തിൽ പെയ്ത മഴയോളം ഭീതിപ്പെടുത്തുന്ന മറ്റൊരു മഴ എൻ്റെ ഡ്രൈവിംഗ് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. മഴയും മണ്ണിടിച്ചിലും പ്രകൃതിക്ഷോഭവുമെല്ലാം വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു വർഷമായിരുന്നു ആ മഴക്കാലം. ആ സമയത്ത് എനിക്ക് ദില്ലിയിലേക്ക് ലോഡും കയറ്റി പോകേണ്ടതായി വന്നു. 30 കൊല്ലത്തെ എൻ്റെ ഡ്രൈവിംഗ് ജീവിതത്തിനിടയിൽ മറക്കാനാവാത്ത ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 2024 ആ അനുഭവം, അത് അങ്ങേയറ്റം അവിശ്വസനീയമായ ഒരു സംഭവമായിരുന്നു. നാടടക്കമുള്ള ആളുകൾ തടിച്ചുകൂടിയ കാവിലെ തിറയാട്ടം കണ്ട് ഞാൻ മടങ്ങുന്ന വഴിക്കാണ് പിന്നിൽ നിന്ന് ആരോ എന്നെ വിളിച്ചത്. ദാസേട്ടാ. തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്പലപ്പറമ്പിനടുത്ത് താമസിക്കുന്ന സുധീഷ്. ഡൽഹിയിൽ താമസിച്ച് പഠിച്ചുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് അവൻ. അവധിക്ക് നാട്ടിൽ വന്നതായിരുന്നു. എനിക്ക് അവനെയും അവൻ്റെ കുടുംബത്തെയും നന്നായി അറിയാവുന്നതാണ്. അവൻ വല്ലാത്ത ടെൻഷനിലായിരുന്നുവെന്ന് അവൻ്റെ മുഖം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. എന്താണ് സുധി കാര്യം? ദാസേട്ടൻ എന്നെ ഒന്ന് സഹായിക്കണം. അടുത്ത ആഴ്ച എനിക്ക് ദില്ലിയിൽ വെച്ചൊരു എക്സാം ഉണ്ട്. ട്രെയിൻ ടിക്കറ്റ് കിട്ടാനില്ല. മഴക്കെടുതി കാരണം പല ട്രെയിനുകളും ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഡൽഹിയിൽ എത്തിയേ തീരൂ, അവൻ ശ്വാസം വിടാതെ പറഞ്ഞു. അതിനിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? ദാസേട്ടൻ ലോഡുമായി ഡൽഹിക്ക് പോകുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എന്നെ കൂടി ചേട്ടൻ്റെ ഒപ്പം കൂട്ടുമോ? ട്രെയിൻ ടിക്കറ്റിനായി കരുതി വച്ചിരുന്ന കുറച്ച് പണം എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ ദാസേട്ടന് തരാം. സുധിയുടെ ചോദ്യവും പറച്ചിലും കേട്ട് ഞാൻ ആകെ അമ്പരന്ന് പോയി. ഞാൻ ലോഡും കയറ്റി ഡൽഹിക്ക് പോകുന്ന കാര്യം ഇവനോട് ആര് പറഞ്ഞു എന്നായിരുന്നു ഞാൻ അപ്പോൾ ചിന്തിച്ചത്. കാരണം എൻ്റെ മുതലാളി കഴിഞ്ഞ രാത്രിയിലാണ് ലോഡും കയറ്റി ഡൽഹിക്ക് പോകണമെന്ന് എന്നെ അറിയിച്ചത്. അക്കാര്യം ഞാൻ ആരോടും പറഞ്ഞതുമില്ല, പറയേണ്ട ആവശ്യവും വന്നില്ല. പിന്നെ എവിടേക്കെങ്കിലും യാത്ര പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പേ ഞാൻ എൻ്റെ ഭാര്യയോട് പോലും പറയാറുള്ളൂ. അപ്പോൾ പിന്നെ ഇവൻ എങ്ങനെയാണ് ഇക്കാര്യം അറിഞ്ഞു എന്നതായിരുന്നു എൻ്റെ ചിന്ത. ഞാൻ അപ്പോൾ തന്നെ അക്കാര്യം സുധിയോട് ചോദിക്കുകയും ചെയ്തു. അതൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് അലസമായി പറഞ്ഞുകൊണ്ട് അവൻ എൻ്റെ പിന്നാലെ കൂടി. സത്യത്തിൽ എൻ്റെ കൂടെ പതിവായി വരാറുള്ള ക്ലീനർ പയ്യൻ പനി പിടിച്ച് കിടപ്പിലായിരുന്നു. അത്രയും ദൂരമുള്ള യാത്രയിൽ ഒപ്പം ഒരാൾ ഉള്ളത് എന്തുകൊണ്ടും നല്ലത് തന്നെയായിരുന്നു. എടാ, എനിക്ക് പണമൊന്നും വേണ്ട. നാളെ വൈകുന്നേരം സുൽത്താൻ ബത്തേരിയിലെ ഗുഡ്സ് യാർഡിന് മുന്നിലുള്ള ചായക്കടയിൽ വന്നാൽ മതി നീ. സുധീഷിനെ കൂടെ കൊണ്ടുപോകാൻ സമ്മതമെന്ന മട്ടിൽ ഞാൻ അവനോട് പറഞ്ഞു. പിറ്റേന്ന് വൈകുന്നേരം 5 മണിയോടെ ഞാൻ സുൽത്താൻ ബത്തേരിയിലെ ഗ്യാരേജിൽ നിന്ന് പ്ലൈവുഡ് ലോഡുമായി വണ്ടി പുറത്തേക്കെടുത്തു. ചാറ്റൽ മഴ അപ്പോഴേക്കും കനത്തു തുടങ്ങിയിരുന്നു. പറഞ്ഞതുപോലെ തന്നെ തോളിലൊരു ബാഗും തൂക്കി സുധി ചായക്കടക്ക് മുന്നിൽ എന്നെയും കാത്ത് നിൽപ്പുണ്ടായിരുന്നു. ഞാൻ വണ്ടി സൈഡാക്കി ഹോൺ അടിച്ചു. അവൻ ഓടി വന്ന് ക്യാബിൻ്റെ ഡോറ് തുറന്ന് എൻ്റെ അരികിൽ വന്നിരുന്നു. മഴ നനഞ്ഞു വന്ന സുധിക്ക് കുടിക്കാൻ ഞാനൊരു ചായ വാങ്ങിക്കൊടുത്തു. കുറഞ്ഞത് 3-4 ദിവസത്തെ ഓട്ടമുണ്ട്. എന്തായാലും നീ ടെൻഷൻ അടിക്കണ്ട. എക്സാമിന് മുമ്പേ നിന്നെ അവിടെ എത്തിക്കാൻ ഞാൻ ശ്രമിക്കാം. ഈ മഴ കാരണം അത്ര വേഗത്തിലൊന്നും വണ്ടി പായിക്കാൻ പറ്റില്ല. സുധിയുടെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ടായി. കാറ്റും മഴയും കനത്ത ആ വൈകുന്നേരം വയനാടൻ ചുരത്തിൻ്റെ വളവുകൾ ഇറങ്ങി കർണാടക അതിർത്തിയും കടന്ന് ഞങ്ങളുടെ വണ്ടി ദേശീയപാതയിലേക്ക് പ്രവേശിച്ചു. ഇനി സുധീഷിനെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ നാട്ടിലുള്ള എല്ലാവർക്കും ഈ സുധിയെ വലിയ കാര്യമാണ്. ഉയർന്ന വിദ്യാഭ്യാസമുള്ള കുറച്ച് യുവാക്കളിൽ ഒരാളാണ് സുധി.
വലിയ പഠിപ്പൊക്കെ ഉണ്ടെങ്കിലും അതിന്റെ തലക്കനമൊന്നും അവനില്ല. സുധിക്ക് താഴെ 3 അനിയത്തിമാരുണ്ട്. 3 പേരും സ്കൂളിലും കോളേജിലുമൊക്കെയായി പഠിക്കുകയാണ്. ഊരിലെ പാവപ്പെട്ട കുട്ടികളെയൊക്കെ വീട് വീടാന്തരം കയറിയിറങ്ങി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ സ്കൂളിൽ അയച്ച് പഠിപ്പിക്കാൻ ഈ ചെക്കൻ ചെയ്ത പ്രയത്നം ചെറുതൊന്നുമല്ല. അതുപോലെ തന്നെ നാട്ടിൻപുറത്തെ പിള്ളേർക്ക് വായിക്കാനും അറിവ് നേടാനുമായി അമ്പലപ്പറമ്പിനടുത്തായി ഒരു വായനശാല തുടങ്ങാൻ മുന്നിൽ നിന്നതും സുധിയായിരുന്നു. വണ്ടി ചുരമിറങ്ങി കർണാടക ബോർഡറിലേക്ക് നീങ്ങിയപ്പോൾ അവൻ പുറത്തു പെയ്യുന്ന മഴയിലേക്ക് നോക്കി എന്തൊക്കെയോ ചിന്തിച്ചിരിപ്പുണ്ടായിരുന്നു. വണ്ടിയുടെ വൈപ്പർ ആകാവുന്നത്ര വേഗതയിൽ വെള്ളം തട്ടിമാറ്റുന്നുണ്ടായിരുന്നെങ്കിലും കനത്ത മഴയിൽ മുന്നിലെ കാഴ്ചകൾ അവ്യക്തമായിരുന്നു. ഞങ്ങൾ കടന്നുപോയ വഴിയുടെ തൊട്ട് താഴെയായി ഗുണ്ടൽപ്പുഴ നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയായിരുന്നു. കലങ്ങി മറിഞ്ഞ് പതഞ്ഞൊഴുകുന്ന വെള്ളത്തിന്റെ ഇരമ്പം കേട്ടപ്പോഴേ എനിക്കാകെ പേടി തോന്നി. റോഡിനൊരു വശത്തായി കൂറ്റൻ മലനിരകൾ നീണ്ടു കിടക്കുകയാണ്. മഴ കനക്കുന്തോറും റോഡിലേക്ക് കല്ലുകളും ചെളിമണ്ണും ഒലിച്ചിറങ്ങാൻ തുടങ്ങി. എതിരെ വരുന്ന വാഹനങ്ങൾ പോയിട്ട് തൊട്ടുമുന്നിലെ റോഡ് പോലും കാണാൻ പറ്റാത്തത്ര കാഴ്ച അവ്യക്തമായി. 30 കൊല്ലമായിട്ട് സ്റ്റിയറിംഗ് പിടിക്കുന്ന എന്റെ കൈകൾ അറിയാതെ വിറച്ചുപോയ നിമിഷങ്ങളായിരുന്നു അത്. കാഴ്ച മങ്ങിയതോടെ ഞാൻ ട്രക്കിന്റെ സ്പീഡ് കുറച്ചു. പുറത്തു പെയ്യുന്ന മഴയുടെ രൗദ്രഭാവം കണ്ട് പേടിയാൽ എന്റെ തൊണ്ട വരണ്ടുണങ്ങി. ആ സമയത്തെല്ലാം സുധി കണ്ണടച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ഭീതി നിറഞ്ഞ ആ അന്തരീക്ഷത്തിലും അത്ഭുതകരമായ ചില സംഭവങ്ങൾ ഉണ്ടായി. റോഡിലെ കൊടും വളവുകളിൽ വണ്ടിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുമെന്ന് എനിക്ക് തോന്നിയ നിമിഷങ്ങളിലെല്ലാം വളരെ അത്ഭുതകരമായ രീതിയിൽ ഞങ്ങൾ രക്ഷപ്പെടുകയായിരുന്നു. സ്റ്റിയറിംഗ് എൻ്റെ കയ്യിലായിരുന്നെങ്കിൽ കൂടിയും അത് മറ്റാരോ നിയന്ത്രിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ശക്തമായ മഴയിൽ മലഞ്ചെരിവിലൂടെ പെയ്ത്തുവെള്ളത്തിനൊപ്പം വലിയ ഉരുളൻ കല്ലുകളും റോഡിലേക്ക് ഉരുണ്ടെത്തി. പലപ്പോഴും ട്രക്കിന് അല്പം മുന്നിലായും ട്രക്ക് കടന്നു പോയതിനു ശേഷവുമാണ് ഉരുളൻ പാറക്കഷ്ണങ്ങൾ റോഡിലേക്ക് തെറിച്ചു വീണുകൊണ്ടിരുന്നത്. തലനാരിഴയ്ക്ക് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. കാവൽ മാലാഖിയെപ്പോലെ ഏതോ ഒരു അദൃശ്യശക്തി ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന നിമിഷങ്ങളായിരുന്നു അതെല്ലാം. എനിക്ക് വല്ലാത്ത പരിഭ്രമം തോന്നിയെങ്കിലും സുധി വളരെ ശാന്തനായി കാണപ്പെട്ടു. മണ്ണിടിച്ചിലുണ്ടായാലോ എന്ന ഭീതിയിൽ വണ്ടി കുറെ കൂടി മുന്നോട്ട് നീങ്ങിയപ്പോൾ കണ്ണുകൾക്ക് ക്ഷീണം അനുഭവപ്പെട്ടു തുടങ്ങി. രാത്രി ഏറെ വൈകിയിരുന്നു. റോഡിലേക്ക് കല്ലുകൾ ഉരുണ്ട് വീണുകൊണ്ടിരുന്നതിനാൽ വണ്ടി എവിടെയും ഒതുക്കി നിർത്താൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ കുറേ ദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ റോഡരികിൽ നേരിയ ഒരു വെളിച്ചം കണ്ടു. തകരമേഞ്ഞ ചെറിയൊരു ചായപ്പിടിയെ കണ്ടതോടെ എനിക്ക് അല്പം ആശ്വാസം തോന്നി. ആ ചായക്കടയുടെ ഒരു സൈഡിലേക്ക് ഞാൻ വണ്ടി ഒതുക്കി നിർത്തി. എഞ്ചിൻ ഓഫാക്കിയതോടെ കാറ്റിന്റെയും മഴയുടെയും ഇരമ്പം ഭയപ്പെടുത്തും വിധം ഉയർന്നു കേട്ടു. ഞങ്ങൾ രണ്ടാളും വണ്ടിയിൽ നിന്നിറങ്ങി ആ ചായക്കടയുടെ തിണ്ണയിലേക്ക് കയറി നിന്നു. കടുപ്പത്തിലൊരു ചൂട് ചായ എടുക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ബീഡിക്ക് തീ കൊളുത്തിയ നേരത്ത് സുധിയെ ഒന്ന് പാളി നോക്കി. അവന്റെ മുഖത്ത് യാതൊരു ഭയവുമില്ലായിരുന്നു. അവന്റെ കയ്യിൽ കെട്ടിയിരുന്ന രുദ്രാക്ഷം കെട്ടിയ ചരടിൽ തെരിപ്പിടിപ്പിച്ചുകൊണ്ട് അവൻ മഴയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. കടക്കാരൻ ചേട്ടൻ തിളക്കുന്ന ചായ ഗ്ലാസ്സിലേക്ക് പകരുമ്പോഴും സുധി അതേ നിൽപ്പ് തുടർന്നു. ഒരു ചായ കുടിക്കാൻ അവനെ ഞാൻ ഏറെ നിർബന്ധിച്ചെങ്കിലും അവൻ അതിന് കൂട്ടാക്കിയില്ല. വഴിയിൽ എവിടെയെങ്കിലും വണ്ടി കുടുങ്ങിയാൽ സമയത്തിന് എക്സാം സെന്ററിൽ എത്തിപ്പെടാൻ പറ്റുമോ എന്നുള്ള ചിന്തയായിരിക്കും ഒരുപക്ഷെ അവനെ അലട്ടുന്നതെന്നോർത്ത് ഞാൻ അവനോട് കൂടുതലൊന്നും സംസാരിച്ചില്ല. അല്ലെങ്കിലും ആ കനത്ത മഴയിൽ വണ്ടി ഒരു തരത്തിലും മുന്നോട്ട് ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. സുധിയുടെ നിർവികാരമായ മുഖം കണ്ട് അവൻ ടെൻഷനിലാണോ അതോ എക്സാം എഴുതാൻ പറ്റാതായാലോ എന്നുള്ള പേടിയാണോ അവനെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഞങ്ങൾ ആ കടത്തിനയിൽ നിന്ന് മഴയിലേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് കുറച്ചപ്പുറം മാറി തൂണും ചാരി നിന്ന ഒരു വൃദ്ധനെ ഞാൻ ശ്രദ്ധിച്ചത്. വല്ലാണ്ട് പ്രായമേറിയ ഒരു മനുഷ്യൻ. കറുത്ത മുണ്ടും തോളിലൊരു ചുവന്ന തോർത്തും മടക്കിയിട്ടിരുന്ന ആ വൃദ്ധന്റെ കയ്യിൽ വളഞ്ഞു പുളഞ്ഞ ഒരു ഊന്നുവടിയും ഇടത്തെ തോളിൽ ഒരു തോൾസഞ്ചിയും ഉണ്ടായിരുന്നു. തോളപ്പം എത്തി നിന്ന നീണ്ട നരച്ച മുടി, അതാകെ നനഞ്ഞ് വെള്ളം ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു. മഴവെള്ളത്തോടൊപ്പം ഇറയത്തേക്ക് വീശിയടിച്ചുകൊണ്ടിരുന്ന കാറ്റിൽ ആ പാവത്തിന്റെ വസ്ത്രമാകെ നനഞ്ഞു കുതിർന്നിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നെങ്കിലും അയാൾ ആ തണുപ്പിൽ വിറയ്ക്കുന്നുണ്ടായിരുന്നില്ല എന്നത് എന്നെ ആകെ ആശ്ചര്യപ്പെടുത്തി. ഞാൻ അയാളെ തന്നെ നോക്കുന്നത് കണ്ടപ്പോൾ ആ വൃദ്ധൻ ഊന്നുവടി കുത്തി
പതുക്കെ ഞങ്ങളുടെ അടുത്തേക്ക് നടന്നു വന്നു. മോനെ എന്ന് വിളിച്ചുകൊണ്ട് ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു. കുറച്ചങ്ങ് മാറി പഴയ ഒരു അമ്പലമുണ്ട്. റോഡിനരികിൽ തന്നെയാ. ഈ മഴയത്ത് അവിടം വരെ നടന്നെത്തുക എന്നത് വലിയ ബുദ്ധിമുട്ടാണ്. എന്നെ അവിടെ ഒന്ന് ഇറക്കാമോ? വൃദ്ധനാണെങ്കിൽ പോലും നല്ല ഗാംഭീര്യമുള്ള ശബ്ദമായിരുന്നു ആ മനുഷ്യൻ്റേത്. ഈ പെരുമഴയത്ത് അർദ്ധരാത്രിയിൽ ആ വഴിയമ്പലത്തിലേക്ക് ഈ വൃദ്ധൻ എന്തിനാണ് പോകുന്നതെന്ന ചോദ്യം എൻ്റെ മനസ്സിൽ ഉയർന്നു വന്നെങ്കിലും ആ പ്രായമായ ആളിൻ്റെ അഭ്യർത്ഥന തള്ളിക്കളയാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. ഞാൻ സുധിയെ ഒന്ന് നോക്കി. അവനും വല്ലാത്ത ആശ്ചര്യത്തോടെ അദ്ദേഹത്തെ തന്നെ ഉറ്റുനോക്കുകയായിരുന്നു. ശരി, കയറിക്കോ, വഴിയരിയിലല്ലേ, ഞാൻ അവിടെ ഇറക്കിത്തരാം. എൻ്റെ മറുപടി അയാൾ സന്തോഷമുണ്ടാക്കി. വടിയും കുത്തിപ്പിടിച്ച് പതുക്കെ ആ മനുഷ്യൻ ക്യാബിനിലേക്ക് കയറിയിരുന്നു. മഴ ചെറുതായി ഒന്ന് ശമിച്ചപ്പോൾ ഞാൻ വണ്ടി മുന്നോട്ടെടുത്തു. കുറച്ചു ദൂരം പിന്നിട്ടതും എൻ്റെ അടുത്തിരുന്ന ആ വൃദ്ധൻ എന്നോട് പറഞ്ഞു, ഇനി ഈ വഴിയെ പോകണ്ട, വലിയൊരു അപകടം സംഭവിക്കും. മണ്ണിടിച്ചിലിൽ വഴി പൂർണ്ണമായും അടയും. ഇതിലേ പോയാൽ നിങ്ങൾ വിചാരിച്ച സമയത്ത് എവിടെയും എത്താൻ കഴിയില്ല. പെട്ടെന്നുള്ള ആ മനുഷ്യൻ്റെ മുന്നറിയിപ്പ് കേട്ട് ഞാൻ വണ്ടിയുടെ സ്പീഡ് കുറച്ചു. എനിക്ക് വല്ലാത്ത അമ്പരപ്പുണ്ടായി. കുറച്ചു മുമ്പ് വണ്ടിയിൽ വന്നു കയറിയ ഇയാൾക്ക് എങ്ങനെയാണ് ഇതെല്ലാം അറിയാൻ കഴിയുക? റോഡിൽ മണ്ണിടിച്ചിലുണ്ടാകുമെന്ന് ഇത്ര കൃത്യമായി നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എൻ്റെ ആ ചോദ്യത്തിന് അയാൾ യാതൊരു മറുപടിയും പറഞ്ഞില്ല. കയ്യിൽ പിടിച്ചിരുന്ന ഊന്നുവടിയുടെ തലപ്പിൽ താടി അമർത്തി മഴത്തുള്ളികൾ ചിന്നിച്ചിതറുന്ന മുന്നിലെ ഗ്ലാസ്സിലേക്ക് നോക്കി അയാൾ ഒരേ ഇരിപ്പിരുന്നു. പിന്നീട് ആ നോട്ടം മാറ്റാതെ അയാൾ തുടർന്നു. മഴ കനക്കുന്നത് കണ്ടില്ലേ? മലമേലെയുള്ള കല്ലും മണ്ണും ഉറച്ചു നിൽക്കില്ല. ഞാൻ പറയുന്നത് കേൾക്കൂ. ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ ഒരു ഊടുവഴിയുണ്ട്. ചെറിയ കുണ്ടും കുഴിയുമൊക്കെയുണ്ട്. ആ വഴിയിലൂടെ പോയാൽ നിങ്ങൾ സുരക്ഷിതമായി മെയിൻ റോഡിലേക്ക് എത്തും. ഞാൻ അടുത്തിരുന്ന സുധിയെ നോക്കി. അവൻ പന്തം കണ്ട പെരിച്ചാഴിയെപ്പോലെ തൊട്ടടുത്തിരുന്ന ആ വൃദ്ധനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് ദില്ലിയിൽ എത്തിയാൽ മതിയെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവന് ചിലപ്പോൾ ആ മനുഷ്യന്റെ വർത്തമാനം ഇഷ്ടപ്പെട്ട് കാണില്ലായിരിക്കാം. പക്ഷേ ഒരു ഓൾ ഇന്ത്യ ട്രക്ക് ഡ്രൈവർ എന്ന നിലയിൽ മലയോര പാതകളിൽ വണ്ടി ഓടിച്ചുള്ള എൻ്റെ അനുഭവ സമ്പത്ത് വെച്ച് ആ വൃദ്ധന്റെ വാക്കുകൾ തള്ളിക്കളയാൻ എനിക്ക് തോന്നിയില്ല. ഈ കനത്ത മഴയിൽ മണ്ണിടിച്ചിലിനുള്ള വലിയ സാധ്യതയുണ്ട്. ശരി, ചേട്ടൻ പറയുന്നത് പോലെ ചെയ്യാം. വഴി പറഞ്ഞു തന്നാൽ മതി. അയാൾ പതുക്കെ തലയാട്ടി. അയാളുടെ ആത്മവിശ്വാസം നിറഞ്ഞ വാക്കുകളുടെ ബലത്തിൽ ഞാൻ വണ്ടി മുന്നോട്ടെടുത്തു. വൃദ്ധൻ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് മുന്നോട്ട് നീങ്ങിയപ്പോൾ കല്ല് പാകിയ ഒരു നാട്ടുവഴി ഞാൻ കണ്ടു. സ്ട്രീറ്റ് ലൈറ്റുകൾ ഒന്നുമില്ലാത്ത തീർത്തും വിജനമായ ഒരു വഴിയായിരുന്നു അത്. ഭയാനകമായ ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് പെരുമഴയേറ്റ് വണ്ടി ആ ഇടവഴിയിലേക്ക് തിരിഞ്ഞു. മെയിൻ റോഡിൽ നിന്ന് മാറിയതോടെ സ്മൂത്തായി നീങ്ങിക്കൊണ്ടിരുന്ന എൻ്റെ വണ്ടി വലിയ ശബ്ദത്തോടെ ആകെ കുലുങ്ങി മറിഞ്ഞ് മുന്നോട്ട് ഓടിക്കൊണ്ടിരുന്നു. ഹെഡ്ലൈറ്റിന്റെ പ്രകാശത്തിൽ കണ്ട വഴിക്കാഴ്ചകളിലേക്ക് കണ്ണും നട്ട് വൃദ്ധൻ അനങ്ങാതെ ഇരിക്കുകയായിരുന്നു. സുധീഷ് അപ്പോഴും ആശ്ചര്യത്തോടെ അയാളെ തന്നെ നോക്കുകയായിരുന്നു. അങ്ങനെ വണ്ടി കുലുങ്ങി മറിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ അവിശ്വസനീയമായ ഒരു സംഭവം നടന്നു. വഴിയരികിലെ കുറ്റിക്കാട്ടിന്റെ മറയിൽ നിന്ന് കറുത്ത ഒരു രൂപം മിന്നൽ വേഗത്തിൽ റോഡിന് കുറുകെ ഓടിപ്പാഞ്ഞു വന്നു. ദാസേട്ടാ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് സുധി അപ്പു തന്നെ ഭയന്ന് കണ്ണുകൾ അടച്ച് തല കുനിച്ചിരുന്നു. കണ്ണടച്ചു തുറക്കുന്ന സമയം വണ്ടിക്ക് മുന്നിലേക്ക് എന്താണ് പാഞ്ഞു വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. കാട്ടുപോത്തോ മ്ലാവോ അങ്ങനെ എന്തോ ഒന്ന്. ഇനി അതേതെങ്കിലും മൃഗമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നൊന്നും മനസ്സിലാകാതെ പേടിച്ചരണ്ടു പോയ എൻ്റെ കയ്യിൽ നിന്ന് വണ്ടിയുടെ സ്റ്റിയറിംഗ് തെന്നി മാറിപ്പോയി. നിയന്ത്രണം നഷ്ടപ്പെട്ട ട്രക്കിന്റെ സൈഡ് വീല് ചെളിയിൽ പുതഞ്ഞുപോയി. മറുവശത്തുള്ള ആഴമേറിയ കിടങ്ങിലേക്ക് മറിയാൻ ഏതാനും സെക്കൻഡുകൾ മാത്രം. മരണം മുന്നിൽ കണ്ട് ഞാൻ കണ്ണുകൾ അടച്ച് അലറി വിളിച്ചു. പക്ഷേ ആ നിമിഷത്തിൽ ഒരു അത്ഭുതം നടന്നു. തെന്നി താഴേക്ക് വീഴേണ്ടിയിരുന്ന ഭാരമേറിയ ട്രക്ക് ആരോ പിടിച്ചു നിർത്തിയതുപോലെ പെട്ടെന്ന് നിശ്ചലമായി. പാതി ചരിഞ്ഞുപോയ വണ്ടി വീണ്ടും വലിയൊരു കുലുക്കത്തോടെ ഉറച്ചു നിന്നു. പേമാരി പെയ്തിറങ്ങിയ ആ കനത്ത ഇരുട്ടിൽ കയത്തിലേക്ക് വീഴാതെ ഞങ്ങളെ കാത്തത്
ഏതോ ഒരു അജ്ഞാത ശക്തിയാണെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. ചരിഞ്ഞു കൂപ്പുകുത്താൻ പോയ ട്രക്ക് നിലത്തുറച്ചു നിന്നതോടെ ഞാൻ കിതച്ചുകൊണ്ട് സ്റ്റിയറിംഗിലേക്ക് തലചായ്ച്ചു. ദാസേട്ടാ, നമ്മൾ രക്ഷപ്പെട്ടു എന്ന് സുധി വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞപ്പോൾ ഞാൻ തിരിഞ്ഞ് അരികിലിരുന്ന ആ വൃദ്ധനെ നോക്കി. മരണത്തിന്റെ മുന്നിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു വന്നതാണ്. അത്രയും ഭയാനകമായ ഒരു അനുഭവമായിരുന്നു അത്. ആ ഒരു നിമിഷത്തിൽ എന്റെ കൺമുന്നിൽ പിച്ച വെച്ച് തുടങ്ങിയ എന്റെ മോളുടെ മുഖമാണ് തെളിഞ്ഞു വന്നത്. എല്ലാം അവസാനിച്ചു എന്ന് തോന്നിയ നിമിഷങ്ങൾ. എന്നിട്ടും അയാളുടെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഞാൻ കണ്ടില്ല. വളരെ ശാന്തമായി അയാൾ ഞങ്ങൾ ഇരുവരെയും മാറി മാറി നോക്കി. മനസ്സൊന്ന് ശാന്തമായപ്പോൾ ഞാൻ പതുക്കെ ആ ഇടവഴിയിലൂടെ തന്നെ വണ്ടി മുന്നോട്ടെടുത്തു. പക്ഷേ ആ വഴി കടന്ന് പ്രധാന പാതയിലേക്ക് എത്തിയതും ഞങ്ങളെ എതിരേറ്റത് വലിയൊരു ഗതാഗതക്കുരുക്കായിരുന്നു. റോഡ് നീളെ റെഡ് ലൈറ്റുകൾ തെളിയിച്ചുകൊണ്ട് ഒന്നിനു പുറകെ ഒന്നായി വണ്ടികൾ നിശ്ചലമായി കിടക്കുന്നു. പുറത്തപ്പോഴും പെരുമഴ തകർത്ത് പെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ വണ്ടി ഒതുക്കി നിർത്തിയതിനു ശേഷം വിൻഡോയിലൂടെ പുറത്തേക്ക് തലയിട്ട് മുന്നിൽ കിടന്ന മറ്റൊരു ലോറി ഡ്രൈവറോട് കാര്യം തിരക്കി. അയാൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഞാൻ ഇടിവെട്ടേറ്റതുപോലെ ഇരുന്നു പോയി. ഞങ്ങൾ ഏത് വഴിയിലൂടെയാണോ വരാനിരുന്നത്, മെയിൻ റോഡിലെ ആ ഭാഗത്തായി വലിയ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു. കൂറ്റൻ പാറക്കഷ്ണങ്ങളും ചെളിമണ്ണും വൻമരങ്ങളും റോഡിലേക്ക് പതിച്ച് റോഡ് ആകെ തകർന്നു പോയി. ആ മണ്ണിടിച്ചിലിൽപ്പെട്ട് ഏതൊക്കെയോ വാഹനങ്ങൾ തകർന്ന് തരിപ്പണമായി. ചിലത് അടുത്തുള്ള നദിയിലേക്ക് ഒലിച്ചുപോയി. ആ വലിയ അപകടം നടന്ന അതേ സമയത്തായിരുന്നു ഞങ്ങൾ ആ വഴിയിൽ എത്തേണ്ടിയിരുന്നത്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ആ മണ്ണിടിച്ചിലിൽപ്പെട്ട് വണ്ടി ഉൾപ്പെടെ ഞങ്ങളും ആ നദിയുടെ ആഴത്തിൽ ആണ്ടു പോകേണ്ടതായിരുന്നു. അക്കാര്യം ഓർത്തപ്പോൾ തന്നെ എന്റെ നെഞ്ചിൽ വല്ലാത്തൊരു പിടച്ചിൽ അനുഭവപ്പെട്ടു. ചായക്കടയുടെ മുന്നിൽ വെച്ച് കണ്ടുമുട്ടിയ ആ വൃദ്ധനെ വണ്ടിയിൽ കയറ്റിയില്ലായിരുന്നെങ്കിൽ, അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലായിരുന്നെങ്കിൽ, ഞങ്ങളും വണ്ടി അടക്കം ആ മണ്ണിടിച്ചിലിൽപ്പെട്ട് ഇല്ലാതായേനും. ആ മനുഷ്യന്റെ അനുഭവ സമ്പത്തും മലമ്പാതകളെക്കുറിച്ചുള്ള അറിവുമാണ് അന്ന് ഞങ്ങളെ വലിയൊരു വിപത്തിൽ നിന്ന് രക്ഷിച്ചത്. ട്രാഫിക് ബ്ലോക്ക് കാരണം ആ രാത്രി ഞങ്ങൾക്ക് നാഷണൽ ഹൈവേയിൽ തന്നെ കഴിച്ചു കൂട്ടേണ്ടതായി വന്നു. റോട്ടിൽ നിശ്ചലമായി കിടന്ന വാഹനങ്ങളുടെ നീണ്ട നിരയും കനത്ത മഴയും കാരണം മുന്നോട്ട് ഒരടി പോലും നീങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ആ സമയത്ത് പ്രായമേറിയ ആ മനുഷ്യനെ പാതി വഴിയിൽ ഇറക്കിവിടാനും എനിക്ക് മനസ്സ് വന്നില്ല. അതിനാൽ അയാൾ അന്ന് രാത്രി ഞങ്ങളോടൊപ്പം ട്രക്കിന്റെ ക്യാബിനിൽ കഴിഞ്ഞുകൂടി. വലിയ ഗതാഗതക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ മണിക്കൂറുകൾ വേണ്ടി വന്നു. ഒടുവിൽ നേരം പുലരാൻ തുടങ്ങിയതോടെ ആ പ്രദേശത്തെ ഊടുവഴികൾ അറിയാവുന്ന ചില ഡ്രൈവർമാരൊക്കെ പല വഴി പിരിഞ്ഞുപോയി. റോഡിലെ തിരക്ക് കുറഞ്ഞതോടെ ഞങ്ങൾക്ക് മുന്നോട്ട് യാത്ര തുടരാനായി. വെട്ടം വീണിട്ടുണ്ടായിരുന്നില്ല. മഴ പെയ്തൊഴിഞ്ഞെങ്കിലും അന്തരീക്ഷമാകെ ഇരുണ്ട് മൂടിയാണ് കിടന്നിരുന്നത്. ഏകദേശം 1 കിലോമീറ്റർ മുന്നോട്ട് പോയതും വഴിയോരത്തായി ഒരു പഴയ ക്ഷേത്രം എൻ്റെ കണ്ണിൽപ്പെട്ടു. വണ്ടി അവിടെ എത്തിയപ്പോഴേക്കും അത്രയും നേരം നിശബ്ദനായിരുന്ന വൃദ്ധൻ എന്നോട് പറഞ്ഞു, എനിക്ക് ഇറങ്ങേണ്ട സ്ഥലം എത്തി. ആ അമ്പലത്തിൻ്റെ അടുത്തായി വണ്ടി നിർത്തണേ. ഞാൻ റോഡിനരികിലേക്ക് വണ്ടി ഒതുക്കി നിർത്തി. ഡോറ് തുറന്ന് വടിയും കുത്തിപ്പിടിച്ച് അയാൾ പുറത്തെ ഇരുട്ടിലേക്ക് ഇറങ്ങി. അയാൾ വണ്ടിയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയതേ ഞാൻ കണ്ടുള്ളൂ. പിന്നീട് അദ്ദേഹം എങ്ങോട്ട് പോയെന്ന് ഞാൻ കണ്ടില്ല. ആ വഴിയരികിൽ ഞാൻ അദ്ദേഹത്തെ തിരഞ്ഞെങ്കിലും എനിക്ക് അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആ വൃദ്ധൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയതും എനിക്ക് വല്ലാത്തൊരു ശൂന്യത അനുഭവപ്പെട്ടു. ഏറെ വേണ്ടപ്പെട്ട ആരോ ഒരാൾ പെട്ടെന്ന് എന്നിൽ നിന്ന് അകന്നു പോയതുപോലെയാണ് എനിക്കപ്പോൾ തോന്നിയത്. വണ്ടിയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ പാടെ അയാളെ കാണാനെന്ന് തുടർന്ന് സുധിക്കും ആകെ വെപ്രാളമായി. അവൻ ടോർച്ച് തെളിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. അവിടെയെല്ലാം ആ മനുഷ്യനെ തിരഞ്ഞു. പക്ഷേ നിരാശയായിരുന്നു ഫലം. എന്നാലും ഇത്ര പെട്ടെന്ന് അയാൾ എങ്ങോട്ട് പോയി എന്ന ചോദ്യം എൻ്റെ മനസ്സിനെ വല്ലാണ്ടലട്ടി. ദാസേട്ടാ, ഈ യാത്രയിൽ വഴിയിൽ വെച്ച് നമ്മളോടൊപ്പം കൂടിയത് മറ്റാരുമല്ല, ഞങ്ങളുടെ കുടുംബക്കാർ വെച്ചാരാധിക്കുന്ന ഞങ്ങളുടെ കരിയാത്തനാണ്. തടസ്സങ്ങൾ നിറഞ്ഞ അപകടങ്ങൾ പതിയെന്ന വഴിയിലൂടെ സുരക്ഷിതമായി നമ്മളെ എത്തേണ്ടിടത്ത് എത്തിക്കാൻ ആ ശക്തി തന്നെ നേരിട്ട് വന്നതാണ്. അവൻ്റെ ആ വാക്കുകൾ കേട്ട് ഞാൻ ആകെ അമ്പരന്നു പോയി. ആശ്ചര്യത്താൽ എൻ്റെ രോമകൂപങ്ങൾ എഴുന്നു നിന്നു. ദില്ലിയിൽ വെച്ച് നടക്കുന്ന ഏതൊരു എക്സാം എഴുതാൻ വന്നതായിരുന്നു സുധി.
ഇവിടം വരെ എത്തുന്നതിനിടയിൽ തടസ്സങ്ങൾ പലതും നേരിട്ടെങ്കിലും അവസാനം ഞാനും അവനും സുരക്ഷിതമായി തന്നെ ദില്ലിയിൽ എത്തിച്ചേർന്നു. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്നവനാ കരിയാത്തൻ. വിശ്വസിച്ചാൽ എപ്പോഴും കൂടെയുണ്ടാകും. തിരികെ നാട്ടിലെത്തുമ്പോൾ കാവിൽ വന്ന് കരിയാത്തിന് മുന്നിൽ നന്ദി പറയാൻ മറക്കല്ലേ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് സുധി പോയത്. അവൻ പറഞ്ഞ അക്കാര്യത്തിൽ എനിക്ക് ലെവലേശം സംശയം തോന്നിയില്ല. കാരണം അന്ന് വഴികാട്ടിയായി ഞങ്ങളോടൊപ്പം കൂടിയത് കരിയാത്തൻ തന്നെയാണെന്ന് ഞാൻ ഇന്നും ഉറച്ചു വിശ്വസിക്കുന്നു. ട്രക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ പാടെ ഞാൻ ആ വൃദ്ധനെ കണ്ടതേയില്ല. ഇരുട്ടുണ്ടായിരുന്നെങ്കിലും ഒരു സാധാരണ മനുഷ്യന് അത്രയും വേഗത്തിൽ കൺമുന്നിൽ നിന്ന് ഓടി മറയാനൊന്നും ഒരിക്കലും കഴിയില്ല. കൂടാതെ ദില്ലിയിലേക്ക് യാത്ര പുറപ്പെടുന്നതിന് മുന്നേ ദിവസം ഞാൻ കാവിലെ തിറയാട്ടം കാണാൻ പോയെന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നല്ലോ. അവിടെ വെച്ചായിരുന്നു സുധി അവനെ ദില്ലിയിൽ എത്തിക്കാൻ സഹായിക്കുമോ എന്ന ആവശ്യവുമായി എന്നെ സമീപിച്ചത്. ഞാൻ ലോഡുമായി ദില്ലിയിലേക്ക് പോവുകയാണെന്ന് ഞാൻ അതുവരെ ആരോടും പറഞ്ഞിരുന്നില്ല. ഞാൻ ആരോടും പറയാത്ത കാര്യം സുധി എങ്ങനെ അറിഞ്ഞു എന്ന് അവനോടപ്പോൾ ചോദിച്ചെങ്കിലും അവൻ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. എന്നാൽ ആ യാത്രയുടെ അവസാനം അവൻ എന്നോട് അക്കാര്യം പറഞ്ഞു. തിറയാടിയെത്തിയ കരിയാത്തൻ തന്നെയാ എന്റെ അരികിലേക്ക് അവന് പറഞ്ഞയച്ചതെന്ന്. അന്ന് കാവിലെ വിളക്കുവെട്ടത്തിൽ കരിയാത്തൻ ഉറഞ്ഞു തുള്ളിയപ്പോൾ ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചത് കാവലായി എന്നും കൂടെ ഉണ്ടാകണമേ എന്നായിരുന്നു. എന്റെ ആ പ്രാർത്ഥന ആ ശക്തി കേൾക്കുക തന്നെ ചെയ്തു. ആ യാത്രയിൽ ഒരു അദൃശ്യ രക്ഷകനായി ആ വൃദ്ധന്റെ രൂപത്തിൽ കരിയാത്തൻ ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. മഹാദേവന്റെ ഒരു അംശമായി കാടുകളെയും മലകളെയും കാത്തുരക്ഷിക്കുന്ന ഒരു ഉഗ്രമൂർത്തിയാണ് കരിയാത്തൻ. സുധിയുടെ കുടുംബത്തിലെ തലമുതിർന്ന കാരണവന്മാർ പണ്ട് തൊട്ടേ കരിയാത്തന്റെ തിറകെട്ടി ആടുന്നവരാണ്. ഒരപകടവും കൂടാതെ അവനെ എത്തേണ്ടിടത്ത് എത്തിച്ചത് അവൻ മനസ്സുരുകി വിളിക്കുന്ന കരിയാത്തനാണെന്ന് അവൻ വിശ്വസിക്കുന്നു. ഇപ്പോഴും ഞാൻ ലോഡുമായി ദൂരയാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ കരിയാത്തനെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോഴെല്ലാം ഒരു കർപ്പൂര ഗന്ധം എനിക്ക് അനുഭവപ്പെടാറുണ്ട്. അന്ന് ആ വൃദ്ധൻ വണ്ടിയിൽ വന്ന് കയറിയപ്പോഴും ആ കർപ്പൂര ഗന്ധം എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം കേട്ടോ. അതോടൊപ്പം തന്നെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. മുഖം കാണിക്കാതെ കഥ പറയാമോ എന്ന് ഒരു സുഹൃത്ത് ചോദിച്ചിരുന്നു. അങ്ങനെ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ മുഖം കാണിക്കാതെ ഒരു സ്റ്റിൽ ഉപയോഗിച്ച് കഥ മുഴുവനും പറയുന്ന രീതി നിങ്ങൾ ഓർക്കുന്നില്ലേ? ആ പഴയ രീതിയിൽ കഥ പറഞ്ഞതുകൊണ്ടാണ് നമ്മുടെ ഈ ചാനൽ ഡിമോണിറ്റൈസ്ഡ് ആയി പോയത്. പിന്നീട് മോണിറ്റൈസ്ഡ് ആക്കാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടതായി വന്നു. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഈ രീതിയിലായിരിക്കും നമ്മുടെ വീഡിയോ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഇതുപോലെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു കഥയുമായി വരുന്നത് വരേക്കും ബൈ.